എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫിയെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ കടലിന്റെ അടിത്തട്ടിലേക്ക് അൺകോൺഷ്യസ് ആയി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആരും തന്നെ അവന്റെ അവസ്ഥ അറിഞ്ഞ് അവനെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അവന്റെ ഇന്നർ മൈൻഡിൽ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ മൊമന്റോസ്കി അവനാണെങ്കിൽ ഇന്നർ മൈൻഡിൽ പറയുന്ന ഓരോരോ കാര്യങ്ങൾ അവിടെയുള്ള എല്ലാവർക്കുമായിട്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കേട്ട് എല്ലാവർക്കും അവരുടെ പ്രതീക്ഷയും കോൺഫിഡൻസും അതെല്ലാം കൂടി വരികയാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്തതെന്ന് എല്ലാം തിരികെ കിട്ടുന്ന ആ ഒരു സന്തോഷം യൂസ്റ്റസ് കിഡും ടീമും സോൾജിയേഴ്സും സാമുറൈസും അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഡബിൾ പവറിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. പെണ്ണാണെങ്കിൽ ഓട്ടോക്ക് നിർത്തിവെച്ച് ഇപ്പൊ മൊമന്റോസ്കി അഭിനന്ദിക്കും. യു ആർ അൺബിലീവബിൾ. സത്യത്തിൽ നീ കാരണമാണ് ഇപ്പൊ വീണ്ടും അവരുടെ ഉള്ളിൽ ആ പ്രതീക്ഷ തിരികെ വന്നത്. തീർച്ചയായിട്ടും ഇനി അവർ ടെററായിട്ട് ഫൈറ്റ് ചെയ്യും. നീ കറക്റ്റായിട്ട് ഇടപെട്ടതുകൊണ്ട് വില്ലന്മാരുടെ ട്രാപ്പിൽ നമ്മൾ വീണില്ല എന്ന് പറയും. അവളത് പറയേണ്ട താമസം കൈഡോ അവൻ അവിടേക്ക് വന്ന് വലിയൊരു പഞ്ച് കൊടുക്കുകയാണ്. ആ ഒരു പഞ്ചില് ആ ഫ്ലോർ തന്നെ തകർന്നു പോകും. അപ്പോഴായിരിക്കും അവൾ ചെയ്ത മണ്ടത്തരത്തെ കുറിച്ച് അവൾ ആലോചിക്കുക. അവള് എല്ലാം ബാക്ക് ടു നോർമലായ സന്തോഷത്തില് മൊമന്റോസ്കി ആയിട്ട് ദൂരേക്ക് ഓടാൻ മറന്നുപോയി. ആണെങ്കിൽ ഇപ്പൊ മൊമന്റോസ്കി നോക്കി പരിഹസിക്കും. നീ എത്രയൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. അവരെല്ലാവരും എന്റെ അസിസ്റ്റൻസിനെ കൈകൊണ്ട് ഇല്ലാതാവും. അവരെ ആരെയും നിനക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഈ ഒരു വാനോ കിങ്ഡം അത് നിനക്ക് കിട്ടില്ല. മൊമന്റോസ്കിക്കാണെങ്കിൽ അത് കേട്ട് അവന്റെ ദേഷ്യം ഇരട്ടിയാവും. സത്യം പറയ് എന്റെ കിൻ, അവൻ എന്ത് സംഭവിച്ചു? നീ എന്താ അവന് ചെയ്തേ? അതിന് കൈഡോ പല്ല് കടിച്ച് ഇപ്പൊ മൊമന്റോസ്കിയുടെ അടുത്തേക്ക് വരും. അവന് ചെയ്തത് ഞാൻ നിന്നെയും ചെയ്യാൻ പോവാണ്. അപ്പൊ നിനക്ക് മനസ്സിലാവും അവൻ എന്താ സംഭവിച്ചതെന്ന്. ഉണ്ടപ്പെണ്ണാണെങ്കിൽ കേൾക്കേണ്ട താമസം അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് അവളെ കൊണ്ട് പറ്റും പോലെ സ്പീഡിൽ ഓടുകയാണ്. കൈഡോ ആണെങ്കിൽ 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ അവരുടെ തൊട്ടടുത്തെത്തും. അവൻ അത്രയും വലിയ ശരീരവും ജയന്റ് രൂപവുമാണ്. സോ അവരെ കഴിഞ്ഞും വളരെ വേഗത്തിൽ അവനെ കൊണ്ട് എത്താനായിട്ട് കഴിയും. ഉണ്ടപ്പെണ്ണാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മൊമന്റോസ്കിയും തൂക്കി ആ കാസ്റ്റലിന്റെ എക്സിറ്റിന്റെ ഭാഗത്തേക്ക് വരും. അവിടേക്ക് ഇപ്പൊ കൈഡോയും ക്ഷണവേഗത്തിൽ എത്തുകയാണ്. പുറത്തേക്ക് വന്ന കൈഡോ ആണെങ്കിൽ അവളെ അറഞ്ചം പുറഞ്ഞ തല്ലുകയാണ്. അവള് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തെറിപ്പിച്ച് കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കത്തി അതുപയോഗിച്ച് കൈഡോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കൈഡോ ആണെങ്കിൽ അത് കണ്ട് ചിരിക്കും. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ നിനക്ക് ഞാനൊരു ഓഫർ തരാം. മൊമന്റോസ്കി എനിക്ക് തരുകയാണെങ്കിൽ നിന്റെ ജീവൻ നിനക്ക് ഭിക്ഷയായിട്ട് തരാം. പക്ഷെ ഉണ്ടപ്പെണ്ണ് ആണെങ്കിൽ അവളുടെ ജീവനെ കഴിഞ്ഞും വിലമതിക്കുന്നത് മൊമന്റോസ്കിയുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെ അവൾ അവനെ കവർ ചെയ്ത് ദൂരേക്ക് മാറ്റി പിടിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ആ ലൂഫിയുടെ മേലെ ആയിരുന്നില്ലേ? അവന്റെ കോൺഫിഡൻസിലല്ലേ നിങ്ങൾ ഇവിടേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്? നിന്നെയും ഞാൻ തല്ലിക്കൊന്ന് അവനെ വലിച്ചെറിഞ്ഞതുപോലെ തന്നെ ഈ കടലിലേക്ക് വലിച്ചെറിയും. ഈ കടല് തന്നെ ജീവനും എടുക്കും. അവസാന സമയത്ത് നിനക്കും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനും ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും പരിഹസിച്ചു കൊണ്ടേയിരിക്കും. അതേസമയം മൊമന്റോസ്കിക്ക് ആണെങ്കിൽ വീണ്ടും വീണ്ടും ലൂഫിയുടെ ശബ്ദം ഇന്നർ മൈൻഡിൽ കേട്ടുകൊണ്ടേയിരിക്കും. അവൻ തിരികെ വരുന്നുള്ള പ്രതീക്ഷ അത് മൊമന്റോസ്കിക്ക് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. മൊമന്റോസ്കി ആണെങ്കിൽ അടിച്ചു പറയും, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലൂഫിയുടെ കൂടെ ഞങ്ങളും മരണം വരെ പോരാടുമെന്ന് പറയും. അത് കേട്ട് കൈഡോ ആണെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാൻ മുൻപോട്ടേക്ക് വരും. ഉടനെ ഉണ്ടപ്പെണ്ണ് അവളുടെ പവർ ഉപയോഗിച്ച് ആ ക്ലിഫിന്റെ ഇടയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവന്റെ കൈ നീട്ടി ആ ക്ലിഫിൽ ആഞ്ഞടിക്കും. ആ ഒരു ഭാഗം തകർന്ന് ഇപ്പൊ ഉണ്ടപ്പെണ്ണും മൊമന്റോസ്കിയും അവർ രണ്ടുപേരും കടലിലേക്ക് അങ്ങനെ വീഴുകയാണ്. ആണെങ്കിൽ ആ കാഴ്ച കണ്ട് വലിയൊന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ഹായായിട്ട് നിൽക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ തവള സൈബോർക്ക് അതാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ടായിരുന്ന സൈബോർക്കുകളെ കണക്ട് ചെയ്ത് അവിടെയുള്ളവരെ എല്ലാവരും അറിയിക്കുകയാണ്. അത് കേട്ട് അവർ ഞെട്ടും. കാരണം ലൂഫിക്ക് ശേഷം ഇപ്പൊ മൊമന്റോസ്കിയും പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് കടലിലേക്ക് പോയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ അവരുടെ ഹൃദയം തകർന്നു പോവും. കട്ട് ചെയ്ത വയലറ്റ് പെണ്ണാണെങ്കിൽ ലൂഫിയെ കുറിച്ച് ഓർത്ത് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് ഉസോപ്പും നാമയും പൊട്ടിച്ചിരിച്ച് അവളെ സമാധാനിപ്പിക്കും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ലൂഫി അവൻ ഇവിടേക്ക് കടന്നു വരും. നമ്മളെ എല്ലാവരെയും സേവ് ചെയ്ത് ഈ വില്ലന്മാരെ തോൽപ്പിക്കും. നമ്മളിപ്പോ പോവേണ്ടത് ആ ഒരു ഹാളിലേക്കാണ്. അവിടെ എത്തി അവിടെയുള്ളവരെ എല്ലാവരെയും നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് പറയും. അപ്പോഴായിരിക്കും കയ്യിലുള്ള സ്റ്റിക്ക് അത് അവളോട് സംസാരിക്കുക. അത് കണ്ട് നാമയ്ക്ക് ഭയങ്കര അത്ഭുതം. മറ്റൊരു ഭാഗത്ത് ബിഗ് മോം അവൾ തലയ്ക്ക് കൈകൊടുത്ത്, നോ, ആ ലൂഫിയെ എന്റെ കൈകൊണ്ട് കൊല്ലണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ കൈഡോ അവൻ എനിക്ക് മുൻപേ ഗോൾ അടിച്ചുവെന്ന് അവൾ യൂസ്റ്റസ് കിഡിനോട് പറയും. പക്ഷെ യൂസ്റ്റസ് കിഡ് ലൂഫി മരിച്ചു എന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇൻ കേസ് അവൻ മരിച്ചാലും കൈഡോയെ വെറുതെ വിടാൻ യൂസ്റ്റസ് കിഡ് അവൻ തയ്യാറല്ല. അടുത്ത നിമിഷം ലോയാണെങ്കിൽ അവിടേക്ക് വന്ന് ഇപ്പൊ യൂസ്റ്റസ് കിഡുമായിട്ട് പൊരിഞ്ഞ തർക്കം. അത് കണ്ട് ബിഗ് മോമിന് ഭയങ്കര അത്ഭുതം. ലോയാണെങ്കിൽ യൂസ്റ്റസ് കിഡിനോട് തീർത്ത് പറയും, ലൂഫി അവൻ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ടെമ്പററി ആയിട്ട് നമുക്കൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. അതിന് യൂസ്റ്റസ് കിഡും ഓക്കെ പറയാണ്. അതേസമയം ലൂഫി അവനാണെങ്കിൽ വീണ്ടും വീണ്ടും കടലിന്റെ ആഴങ്ങളിലേക്ക് പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഫ്ലവർ ക്യാപിറ്റൽ കാണിക്കും. അവിടെയാണെങ്കിൽ ജനങ്ങൾ മദ്യം മറന്ന് ആഘോഷിക്കുകയാണ്. കാരണം ഇതിനു ശേഷം ഇതോടെ താണ്ഡവമാണ് അവരുടെ ഐലാൻഡിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സോ അവസാനത്തെ ആ ഒരു ഫയർ ഫെസ്റ്റിവൽ അവരത് ആഘോഷമാക്കും. വലിയൊരു
തീക്കൂന അവർക്ക് മുൻപിൽ അവർ ക്രിയേറ്റ് ചെയ്ത് ആ തീ അവർ ഹെവനിലേക്ക് അയക്കുന്നതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. ചിരിപ്പെണ്ണാണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ മുകളിൽ അവളുടെ പപ്പയെ ഇമാജിൻ ചെയ്ത് നോക്കും. മറ്റൊരു ഭാഗത്ത് സൈബർ പോളിനെ കാണിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം ലൂഫി മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും സാമുറായി ടീമും നമ്മുടെ ആൾക്കാരും ഒന്നും അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ അവരിപ്പോഴും കൈഡോയുടെ ആൾക്കാരുമായിട്ട് മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വില്ലന്മാരുടെ ടീമിൽ ഇനി 24,000 പേര് ബാക്കിയുണ്ട്. നമ്മുടെ ആൾക്കാരിൽ എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റ് കണക്കുമില്ല. പക്ഷെ ഒരു ഓൾമോസ്റ്റ് 3,000 പേര് നമ്മുടെ ടീമിൽ എപ്പോഴും ബാക്കിയുണ്ട്. അതിലും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ക്വീൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും കാലുമാറി ഇപ്പൊ നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന ഫൈറ്റുകളെല്ലാം തന്നെ നിർണായകമായിരിക്കും. കട്ട് ചെയ്ത ഇവിടെ നാമി അവളാണെങ്കിൽ ഷോക്കായിട്ട് അവളുടെ ആ വെപ്പനിലേക്ക് നോക്കും. ആ സ്റ്റിക്കാണെങ്കിൽ ഇതുവരെ അവളോട് സംസാരിച്ചിട്ടില്ല. അപ്പോഴായിരിക്കും ആ സ്റ്റിക്ക് പറയുക, ഞാൻ മറ്റാരുമല്ല, ആ ക്ലൗഡ് മാനാണ്. എന്നെ ബിഗ് മോം അവൾക്ക് ഭക്ഷിക്കാനായിട്ട് ഇട്ടു കൊടുക്കുന്ന ആ ലാസ്റ്റ് മിനിറ്റിൽ നീ ആ ബ്ലാക്ക് ക്ലൗഡ്സുകളെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ അൺകോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവറ്റകളെ ഭക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ എന്താ, എൻ്റെ പകുതി ജീവൻ അത് ഈ സ്റ്റിക്കിലേക്ക് കയറി. ഇപ്പോൾ ഞാൻ ഈ സ്റ്റിക്കിലൂടെ ജീവിക്കുകയാണെന്ന് പറയും. നാമിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. മര്യാദയ്ക്ക് എൻ്റെ സ്റ്റിക്ക് വിട്ട് പുറത്തു പോകും. ആണെങ്കിൽ ആ സ്റ്റിക്ക് അറഞ്ചം പുറഞ്ചും നിലത്തേക്ക് ആഞ്ഞു വീശും. അതിനവൻ അവളോട് മാപ്പ് പറയും. ഞാൻ ചെയ്തതെല്ലാം എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. എനിക്കൊരിക്കലും ഈ സ്റ്റിക്ക് വിട്ട് പോകാനായിട്ട് കഴിയില്ല. ഇനി ഇതിലാണ് എൻ്റെ ലൈഫ് ഉണ്ടാവുക എന്ന് പറയും. വേറെ വഴിയില്ലാതെ നാമിയും ആ സ്റ്റിക്കുമായി മുൻപോട്ടേക്ക് ഓടും. നാമിയും ടീമും ആണെങ്കിൽ ഓടി ആ മെയിൻ ഹാളിലേക്ക് വരികയാണ്. വയലറ്റ് പെണ്ണാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് ഉള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആൾട്ടി പെണ്ണ് അവിടേക്ക് ചാടി വീണ് നാമിനെയും ഒസോപ്പിനെയും അറഞ്ച പുറഞ്ഞ തല്ലി ഒരു ഭാഗത്തേക്ക് മാറ്റി വയലറ്റ് പെണ്ണിനെ തൂക്കിയെടുക്കുകയാണ്. ണെങ്കിൽ പിടികിട്ടി ഈ വയലറ്റ് പെണ്ണ് അവൾ കാരണമാണ് ഇപ്പോ ആ വില്ലന്മാരെല്ലാവരും അവരുടെ ടീമിലേക്ക് ചേഞ്ച് ആയതെന്ന്, അവളാണ് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തതെന്ന് അവൾക്കാണെങ്കിൽ അവളുടെ ദേഷ്യം കൂടി വരും. പ്രധാനമായിട്ടും ബിഗ് മോം വയലറ്റ് പെണ്ണിന് വേണ്ടിയാണ് അവളുടെ ബ്രദർ പേജ് 1നെ അറ്റാക്ക് ചെയ്തത്. സോ ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വയലറ്റ് പെണ്ണിനെ കൈനീട്ടി ആഞ്ഞടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അത് കണ്ട നാമി അവളുടെ സ്റ്റിക്ക് അതുപയോഗിച്ച് ആഞ്ഞടിക്കും. അവളുടെ സ്റ്റിക്കിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ ക്ലൗഡ് മാൻ അവനാണെങ്കിൽ ഹോക്കി പവർ പുറത്തേക്ക് കൊണ്ടുവന്ന് അതുപയോഗിച്ച് ഒരു പഞ്ച്, ആ ഒരു പഞ്ചിൽ കംപ്ലീറ്റ് ആയിട്ട് തകർന്ന് അങ്ങനെ കറങ്ങി അടിച്ചു വീഴും. നാമിക്കാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര അത്ഭുതം. കാരണം അവളുടെ സ്റ്റിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും പവർഫുൾ ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കുന്നത്. ക്ലൗഡ് മാൻ ആണെങ്കിൽ നാമിയോട് പറയും, ഞാൻ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യാം. പക്ഷെ അവളുടെ കയ്യിലാണ് വയലറ്റ് ഉള്ളത്, അവളെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ഉസോപ്പ് അവൻ്റെ സ്നൈപ്പർ ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യും. അതാണെങ്കിൽ ഒരു മരം ക്രിയേറ്റ് ചെയ്ത് വയലറ്റ് പെണ്ണിനെ നമ്മുടെ ആൾക്കാരുടെ സൈഡിലേക്ക് ആക്കും. ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി നാമിയാണെങ്കിൽ വീണ്ടും ആ സ്റ്റിക്കുമായിട്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ഒരകഷിമ കാണിക്കും. ഒരകഷിമയാണെങ്കിൽ പതി അങ്ങനെ മൂവ് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഫ്ലവർ ക്യാപിറ്റലിന്റെ തൊട്ടടുത്ത് എത്താനായി കഴിഞ്ഞു. ഇതാ ഇപ്പൊ കടലില് ആ ലോഡ് സബ്മറൈൻ കാണിക്കും. അവരാണെങ്കിൽ ദൂരത്തായിട്ട് ആരുടെയോ ഒരു ബോഡി അങ്ങനെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കും. അവർ കപ്പലാണെങ്കിൽ വളരെ സ്പീഡിൽ ആ ബോഡിക്ക് അടുത്തേക്ക് കൊണ്ടുവരും. അത് മറ്റാരുമല്ല സ്ട്രോ ഹാറ്റ് ലൂഫി. അവരാണെങ്കിൽ ഞൊട്ടിയടയിൽ ലൂഫിയെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതേസമയം കൈഡോയുടെ മകള് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ കൈഡോയുടെ അടുത്തേക്ക് തന്നെ വന്ന് അവനെ വെല്ലുവിളിക്കുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ കലി കയറി വരും. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ടെററായി പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.